ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ റീസണിങ് പാർട്ട് 4, അതിൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഇതിൻ്റെ പ്രീവിയസ് വീഡിയോ പാർട്ട് 3 കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാം. കാരണം അതിൽ ബേസിക്സ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിൽ കോൺട്രറി ആൻഡ് സബ് കോൺട്രറി എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് പഠിച്ചത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഡയഗണൽ റിലേഷൻഷിപ്പാണ് വരുന്നത്, എ ഒ പിന്നെ ഇയും ഐ ടൈപ്പും വെച്ചിട്ടാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺട്രറി എന്ന് പറയുന്നത് എ ടൈപ്പും ഇ ടൈപ്പും എന്ന് പറഞ്ഞ രണ്ട് പ്രൊപ്പോസിഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പും, സബ് കോൺട്രറി എന്ന് പറയുന്നത് ഐ ടൈപ്പും ഒ ടൈപ്പും ഉള്ള പ്രൊപ്പോസിഷൻ്റെ റിലേഷൻഷിപ്പാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോൺട്രറി, ഇതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ബിറ്റ്വീൻ യൂണിവേഴ്സൽ. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കുന്ന പ്രൊപ്പോസിഷൻ എ ആൻഡ് ഇ ടൈപ്പാണ്. അപ്പോൾ അതിൽ എ എന്ന് പറയുന്നത് ഓൾ കണ്ടെയ്ൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് നമ്മൾ എ ടൈപ്പ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്, ക്വാളിറ്റി എന്ന് പറയുന്നത് എഫർമേറ്റീവ് ആണ്. അപ്പോൾ അത് യൂണിവേഴ്സൽ എഫർമേറ്റീവ്. ഇ ടൈപ്പ് എന്ന് പറയുന്നത് നോ കണ്ടെയ്ൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഇ ടൈപ്പ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ്. ഇപ്പോൾ രണ്ടും യൂണിവേഴ്സലാണ്. അപ്പോൾ രണ്ട് യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രൊപ്പോസിഷൻ തമ്മിലാണ് നമ്മൾ കോൺട്രറി റിലേഷൻഷിപ്പ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് കനോട്ട് ബി ട്രൂ അറ്റ് ദ സെയിം ടൈം ബട്ട് ബോത്ത് ക്യാൻ ബി ഫോൾസ്. അത് ഇവിടെ പറയുന്നത് അറ്റ് എ ടൈമിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആവാൻ പറ്റില്ല. അത് എയും ഇയും അറ്റ് എ ടൈമിൽ ട്രൂ ആവാൻ പറ്റില്ല, ബട്ട് ദേ ക്യാൻ ബി ഫോൾസ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് വൺ ഈസ് ട്രൂ ദ അതർ വിൽ ബി ഫോൾസ് ഡെഫിനറ്റ്ലി. ഇപ്പോൾ നമ്മൾ എ ട്രൂ ആണെങ്കിൽ ഇ ഫോൾസ് ആയിരിക്കും, അതേപോലെ ഇ ട്രൂ ആണെങ്കിൽ എ ഫോൾസ് ആയിരിക്കും. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് വൺ ഈസ് ഫോൾസ് ദ അതർ വിൽ ബി ഡൗട്ട്ഫുൾ. ഇപ്പോൾ എ ഫോൾസ് ആണെങ്കിൽ ഇ ഡൗട്ട്ഫുൾ ആയിരിക്കും, ഡൗട്ട്ഫുൾ ഇൻ ദ സെൻസ് ട്രൂ ഓർ ഫോൾസ്. അതേപോലെ ഇ ഫോൾസ് ആണെങ്കിൽ എ ഡൗട്ട്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഈ 4 പോയിൻ്റാണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് യൂണിവേഴ്സലിൻ്റെ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ സെക്കൻഡ് പോയിൻ്റ് കനോട്ട് ബി ട്രൂ. അതായത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. എ ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഓൾ എ ആർ ബി ഒരു എക്സാമ്പിൾ എടുക്കാം. നോ എ ആർ ബി എന്നുള്ള ഒരു എക്സാമ്പിൾ എടുത്തു. ഇതിൽ ഓൾ എ ആർ ബിൻ്റെ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത് ബി. ഈ രണ്ട് എക്സാമ്പിൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ ഓൾ എ ആർ ബി ട്രൂ ആയി കൺസിഡർ ചെയ്യാം, അതായത് എല്ലാ എയും ബി ആണ്. ആ ഒരു സെൻസിൽ നമുക്ക് നോ എ ആർ ബി എന്ന് പറയുന്ന ഫോൾസ് ആയിരിക്കും. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾ എ ആർ ബി ട്രൂ ആണ്. ആ സമയത്ത് എല്ലാ എയും ബി ആണ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു എയും ബി അല്ല എന്ന് പറയുന്നത് അത് ഫോൾസ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് കനോട്ട് ബി ട്രൂ. അത് രണ്ടും ട്രൂ ആവാൻ പറ്റില്ല. അതായത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് കനോട്ട് ബി ട്രൂ. അത് ഒന്ന് ട്രൂ ആണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയിരിക്കും. അതാണ് ഇപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. നമ്മളിപ്പോൾ എ ടൈപ്പ് ട്രൂ ആണെങ്കിൽ ഇ ടൈപ്പ് ഫോൾസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ബട്ട് ബോത്ത് ക്യാൻ ബി ഫോൾസ്. ഇപ്പോൾ സപ്പോസ് ഓൾ എ ആർ ബി ഫോൾസ് ആക്കി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോ എ ആർ ബി എന്ന് പറയുന്നത് ഫോൾസും ആവാം ട്രൂ ആവാം. അവിടെ ഒരു ഡൗട്ട്ഫുൾ കണ്ടീഷനാണ് വരുന്നത്. അതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത് ഇഫ് വൺ ഇസ് ഫോൾസ് അത് വിൽ ബി ഡൗട്ട്ഫുൾ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് വെച്ചാൽ അറ്റ് എ ടൈം രണ്ടും ട്രൂ ആവാൻ പറ്റില്ല, ബട്ട് ദേ ക്യാൻ ബി ഫോൾസ്. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി മനസ്സിലാവണമെങ്കിൽ ഞാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ സപ്പോസ് എൻ്റെ വീട്ടിൽ 2 റൂമുണ്ട്. അതായത് എ എന്ന് പറഞ്ഞ റൂമും ഒന്ന് ഇ എന്ന് പറഞ്ഞ റൂമും. രണ്ടും പ്രൊപ്പോസിഷൻ്റെ ടൈപ്പുകളുണ്ട്, ആ പേരാണ് എടുക്കുന്നത്. ആ റൂമിൽ ഞാനിപ്പോൾ ഉള്ളത് എ എന്ന് പറഞ്ഞ റൂമിലാണ്. ഓക്കെ, എ എന്ന് പറഞ്ഞ റൂമിലാണ് ഉള്ളത്. അപ്പോൾ അത് ട്രൂ ആയി കൺസിഡർ ചെയ്യാം. ട്രൂ ആയി കൺസിഡർ ചെയ്യുമ്പോൾ ഇ എന്ന് പറഞ്ഞ റൂമിൽ ഞാൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? കാരണം ഞാനിപ്പോൾ ഉള്ളത് എ റൂമിലാണ്. അപ്പോൾ ഇയിൽ ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ അത് ഫോൾസ് ആയിരിക്കും.
അതാണ് അറ്റ് എ ടൈമിൽ രണ്ടും ട്രൂ ആവില്ല. ഞാൻ എ എന്ന് പറഞ്ഞ റൂമിലാണെങ്കിൽ ഇയിൽ ഞാൻ ഉണ്ടാവില്ല, അപ്പോൾ അത് ഫോൾസ് ആണ്. അതാണ് ഇവിടെ ഫസ്റ്റ് 1 ഈസ് ട്രൂ ആണെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. ഈ സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എ എന്ന് പറഞ്ഞ റൂമിൽ ഞാനില്ല, ഫോൾസായി കൺസിഡർ ചെയ്യാം. ഈ സമയത്ത് ഞാൻ ഇയിൽ ഉണ്ടാവാം ഓർ ഉണ്ടാവാതിരിക്കാം, കാരണം ഞാൻ ചിലപ്പം സാധനം വാങ്ങാൻ പുറത്ത് പോയതായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇയിലും എയിലും ഞാൻ ഉണ്ടാവില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് കോൺട്രറി നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ എക്സാമ്പിളിലൂടെ എന്തായാലും നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ കോൺട്രറി. ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. ഇറ്റ്സ് ഓൾവേസ് ബിറ്റ്വീൻ യൂണിവേഴ്സൽ. അത് രണ്ട് എയും ഇ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ ടൈപ്പ് പ്രൊപ്പോസിഷനാണ്. ഈ റിലേഷൻഷിപ്പ് വരുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രൊപ്പോസിഷൻ തമ്മിലാണ്. അറ്റ് എ ടൈം രണ്ടും ട്രൂ ആകാൻ പറ്റില്ല, കനോട്ട് ബി ട്രൂ, ബട്ട് ദേ ക്യാൻ ബി ഫോൾസ്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, അത് സ്റ്റാറാണ്. അതായത് ഈ 4 ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അറ്റ് എ ടൈം ദേ കനോട്ട് ബി ട്രൂ ബട്ട് ദേ ക്യാൻ ബി ഫോൾസ്. ഇപ്പോൾ ഒന്ന് ഫോൾസ് ആണെങ്കിൽ അത് വിൽ ബി ട്രൂ, ഒരു if one is true the other will be false, if one is false the other will be doubtful. ഓക്കെ, ഇതാണ് കോൺട്രറി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. സെക്കൻഡ് സബ് കോൺട്രറി എന്ന് പറയുന്നത് ജസ്റ്റ് കോൺട്രീൻ്റെ ഓപ്പോസിറ്റ് ആണ്. കോൺട്രറി നല്ല രീതിയിൽ മനസ്സിലായാൽ സബ് കോൺട്രറി ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ബിറ്റ്വീൻ പെർട്ടിക്കുലർ. അതായത് ഐയും ഓ ടൈപ്പും രണ്ട് പ്രൊപ്പോസിഷൻ തമ്മിലാണ് ഈ റിലേഷൻഷിപ്പ് വരുന്നത്. ഐ എന്ന് പറയുന്നത് സം ക്യാരി ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് നമ്മൾ ഐ ടൈപ്പ് എന്ന് പറയാറ്. അതിൻ്റെ പേര് പെർട്ടിക്കുലർ എഫർമേറ്റീവ് ആണ്. ഒ എന്ന് പറയുന്നത് സം നോട്ട് ക്യാരി ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിൻ്റെ പേര് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ നെഗറ്റീവ്. ഇപ്പോൾ രണ്ട് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സബ് കോൺട്രറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു കോൺട്രറി ആണ്. ഇവിടെ പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് കനോട്ട് ബി ഫോൾസ് അറ്റ് ദ സെയിം ടൈം ബട്ട് ബോത്ത് ക്യാൻ ബി ട്രൂ. ഇപ്പോൾ നമ്മൾ കോൺട്രറിയിൽ നോക്കിയത് ബോത്ത് കനോട്ട് ബി ട്രൂ ആണ്, ബട്ട് ദേ ക്യാൻ ബി ഫോൾസ്. പക്ഷേ സബ് കോൺട്രറിയിൽ പറയുന്നത് ബോത്ത് കനോട്ട് ബി ഫോൾസ് ബട്ട് ദേ ക്യാൻ ബി ട്രൂ. അതായത് അറ്റ് എ ടൈമിൽ രണ്ട് പ്രൊപ്പോസിഷനും ഫോൾസ് ആവില്ല, ബട്ട് ദേ ക്യാൻ ബി ട്രൂ. ഇഫ് വൺ ഇസ് ഫോൾസ് ദ അതർ വിൽ ബി ട്രൂ. ഇപ്പോൾ ഐ ടൈപ്പ് ഫോൾസ് ആണെങ്കിൽ ഓ ടൈപ്പ് ട്രൂ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇഫ് വൺ ഇസ് ട്രൂ, ഐ ടൈപ്പ് ട്രൂ ആണെങ്കിൽ ഓ ടൈപ്പ് ഡൗട്ട്ഫുൾ ആയിരിക്കും. നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ, ഇത് സം എ ആർ ബി, അതോടൊപ്പം തന്നെ ഇവിടെ ഓ ടൈപ്പിൽ സം എ ആർ നോട്ട് ബി. ഓക്കെ, ഇതിൻ്റെ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത് എയിലെ കുറച്ച് പോർഷൻസ് ബി ആണ്, സം എ ആർ ബി. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് എയിലെ കുറച്ച് പോർഷൻ സം എ ആർ നോട്ട് ബി, എയിലെ കുറച്ച് പോർഷൻ ബി അല്ല എന്നാണ്. ഓക്കെ, എയിലെ കുറച്ച് പോർഷൻ സം എ ആർ നോട്ട് ബി, എയിലെ കുറച്ച് പോർഷൻ ബി അല്ല എന്നാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വെൻ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് കനോട്ട് ബി ഫോൾസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സബ് കോൺട്രറിയിൽ നമ്മൾ ഫോൾസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോൺട്രറിയിൽ നമ്മൾ ട്രൂ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ഇവിടെ ട്രൂ ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. സബ് കോൺട്രറിയിൽ ഫോൾസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സം എ ആർ ബി ഫോൾസായി കൺസിഡർ ചെയ്യണം. ഫോൾസായി കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്താ വരുന്നത്? സം എ ആർ ബി ഫോൾസ് എന്ന് മീൻ ചെയ്യുന്നത് എല്ലാ എയും ബി ആണ്. അത് ഫോൾസായി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? കുറച്ച് എ ബി അല്ല എന്നാണ്. അപ്പോൾ ഫോൾസായി കൺസിഡർ ചെയ്യുമ്പോൾ അടുത്ത ഓ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സം എ ആർ നോട്ട് ബി ആണ്. അതെന്തിനും ട്രൂ ആയിരിക്കും. അതായത് ഇവിടെ അറ്റ് എ ടൈമിൽ രണ്ടും ഫോൾസ് ആവില്ല. ഒന്ന് ഫോൾസ് ആകുമ്പോൾ അടുത്തത് ട്രൂ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ സെൻസ്. അപ്പോൾ ഇതിലിപ്പോൾ സം എ ആർ ബി എന്ന് പറയുന്നത് എയിലെ കുറച്ച് ക്വസ്റ്റ്യൻ ബി ആണ്. അത് ഫോൾസായി കൺസിഡർ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് എയിൽ കുറച്ച് അത് സം എ ആർ നോട്ട് ബി എന്നുള്ള കണ്ടീഷനാണ് അവിടെ വരിക. അത് സം എ ആർ ബി
ഫോൾസ് ആക്കുമ്പോൾ അവിടെ വരുന്നത് കുറച്ച് എയിൽ കുറച്ച് പൊസിഷൻ ബി അല്ല എന്നാണ്. അപ്പോൾ ഡയറക്റ്റ് ഒ ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ ഐ ടൈപ്പ് ഫോൾസ് ആണെങ്കിൽ ഒ ടൈപ്പ് ട്രൂ ആയിരിക്കും. ഇതേപോലെ ട്രൂ എന്നുള്ള കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണ്. സം എ ആർ ബി ട്രൂ ഉള്ള കേസ് എടുക്കുമ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ സം എ ആർ ബി എന്നുള്ള ട്രൂ കേസ് എടുക്കുമ്പോൾ ഇവിടെ എയിൽ കുറച്ച് പൊസിഷൻ ബി അല്ലാതെ നിൽക്കുന്നുണ്ട്. അത് ഇവിടെ ഈ പൊസിഷൻ എന്ന് പറയുന്നത് സം എ ആർ നോട്ട് ബി തന്നെയുള്ള പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് സം എ ആർ നോട്ട് ബി ട്രൂ ആവാം, ഫോൾസും ആവാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇത് ഫസ്റ്റ് ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ജസ്റ്റ് 1-2 പ്രാവശ്യം കൺസെപ്റ്റും ഇത് വായിച്ച് നോക്കി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻസാണ്, കൺസെപ്റ്റുമാണ്. ഓക്കെ, ഇതിലിപ്പോൾ വേറെ വിട്ടുപോയിട്ടൊന്നുമില്ല. കാരണം സമയ ബി വൺ ഇസ് ഫോൾസ്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ റിവൈസ് ചെയ്യാം. സബ് കോൺട്രി എന്ന് പറയുന്നത് ഐ ടൈപ്പും ഒ ടൈപ്പും രണ്ട് പ്രൊപ്പോസിഷൻ തമ്മിലാണ് ഈ റിലേഷൻഷിപ്പ് വരുന്നത്. പെർട്ടിക്കുലറിലാണ് വരുന്നത്. ഇൻ ബിറ്റ്വീൻ പെർട്ടിക്കുലറിലാണ്. ഓപ്പോസിറ്റ് കോൺട്രറി ആണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് കനോട്ട് ബി ഫോൾസ്. ഇവിടെ അറ്റ് എ ടൈമിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് ആവില്ല. ഐയും ഓവും അറ്റ് എ ടൈമിൽ ഫോൾസ് ആവില്ല, ബട്ട് ദേ ക്യാൻ ബി ട്രൂ. അതോടൊപ്പം തന്നെ ഐ ഫോൾസ് ആണെങ്കിൽ ഒ ട്രൂ ആയിരിക്കും. അതോടൊപ്പം തന്നെ ട്രൂ ആണെങ്കിൽ അടുത്തത് ഡൗട്ട്ഫുൾ ആയിരിക്കും. ഇതാണ് ഇത് ഓർത്തിരിക്കുന്നത്. ഇതും എന്ന് പറഞ്ഞാൽ റൂമിൻ്റെ എക്സാമ്പിൾ വെച്ച് കോറിലേറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഷുവറായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്തായാലും ഈ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വൺ ഇൻ വിച്ച് ടു പ്രൊപ്പോസിഷൻ ബോത്ത് കനോട്ട് ബി ട്രൂ അറ്റ് ദ സെയിം ടൈം ബട്ട് ക്യാൻ ബി ഫോൾസ് അറ്റ് ദ സെയിം. ചോദിച്ചിരിക്കുന്നത് രണ്ട് പ്രൊപ്പോസിഷനാണ്. അതിൽ അറ്റ് എ ടൈമിൽ ട്രൂ ആവാൻ പറ്റില്ല, ബട്ട് ദേ ക്യാൻ ബി ഫോൾസ്. നമ്മൾ ട്രൂവിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ പഠിച്ചത് എ ഉണ്ട് ഇ ഉണ്ട്. ഈ റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ചോദിച്ചത്. ഇവിടെ എന്താ വരുന്നത്? കോൺട്രറി ആണ് വരുന്നത്. കാരണം ട്രൂ ആവില്ല. ഇവിടെ ട്രൂ ആണെങ്കിൽ ഇത് ഫോൾസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇത് ഫോൾസ് ആണെങ്കിൽ ഇവിടെ എന്താ? ഡൗട്ട്ഫുൾ ആയിരിക്കും. ഫോൾസ് ആണെങ്കിൽ ഇത് ഡൗട്ട്ഫുൾ ആണ്. ഓക്കെ, അതായത് ബോത്ത് കനോട്ട് ബി ട്രൂ ബട്ട് ദേ ക്യാൻ ബി ഫോൾസ്. ഡൗട്ട്ഫുൾ. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കോൺട്രറി എന്നുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ആ പോയിന്റ് നമ്മൾ ഓർത്ത് ഡയറക്റ്റ് നമ്മുടെ മനസ്സിൽ ആ പോയിന്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇത് ചെയ്യാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് ആൻസറിലേക്ക് വരാം. കോൺട്രറി ആണ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വൺ ഇൻ വിച്ച് ടു പ്രൊപ്പോസിഷൻ ബോത്ത് കനോട്ട് ബി ഫോൾസ് അറ്റ് ദ സെയിം ടൈം ബട്ട് ക്യാൻ ബി ട്രൂ അറ്റ് ദ സെയിം. ഇവിടെ നിന്ന് പറയുന്നത് ഫോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോൾസിൽ നമ്മൾ എന്താ വരുന്നത്? ഐ ആൻഡ് ഒ. ഓക്കെ, ഫോൾസിലാണ്. അപ്പോൾ ഐയും ഓയിലും ഏതാ വരുന്നത്? നമ്മൾ റിലേഷൻഷിപ്പ് സബ് കോൺട്രറി ആണ് വരുന്നത്. ഇത് രണ്ടും ഐയും ഒ ടൈപ്പിലാണ്. ഏതാണ്? അറ്റ് എ ടൈമിൽ രണ്ടും ഫോൾസ് ആവാൻ പറ്റില്ല, ബട്ട് ദേ ക്യാൻ ബി ട്രൂ. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഇത് കറക്റ്റ് ഡയറക്റ്റ് ഇതാണ് ഇതിൻ്റെ കീവേഡ്. ഇത് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഹൈലൈറ്റ്. ഈ ഒരു പോയിൻ്റ് ഡയറക്റ്റ് ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. ബോത്ത് കനോട്ട് ബി ഫോൾസ് അറ്റ് ദ സെയിം ടൈം ബട്ട് ദേ ക്യാൻ ബി ട്രൂ. ഇത് ഓർത്തിരിക്കുക. കാരണം ഇത് ഓർത്തിരിച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ബോത്ത് കനോട്ട് ബി ട്രൂ, ബോത്ത് കനോട്ട് ബി ഫോൾസ്. ഓക്കെ, ഡയറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സബ് കോൺട്രറി ആണ്. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ നൈദർ ട്രൂ നോർ ഫോൾസ് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് എ ടൈമിൽ ട്രൂ ആവില്ല, ഫോൾസ് ആവില്ല. അത് ഇവിടെ നൈദർ ആണ് പറഞ്ഞിരിക്കുന്നത്. പെന്നിൻ്റെ കളറ്. ഓക്കെ, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ നൈദർ ട്രൂ നോർ ഫോൾസ്. നൈദർ ട്രൂ നോർ ഫോൾസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അറ്റ് എ ടൈമിൽ രണ്ടും ട്രൂവും ആവില്ല, ഫോൾസും ആവില്ല. അപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് വരുന്നത്? കോൺട്രഡിക്ടറി ആണോ, സബ് ഓൾട്ടോൺ ആണോ, സബ് കോൺട്രറി ആണോ, കോൺട്രറി ആണോ? രണ്ടും അറ്റ് എ ടൈമിൽ ട്രൂവും ഫോൾസും ആവില്ല. അതായത് ഒന്ന് ട്രൂ ആകുമ്പോൾ അടുത്തത് ഫോൾസ് ആയിരിക്കും, മറ്റേത് ഫോൾസ് ആണെങ്കിൽ അടുത്തത് ട്രൂ ആയിരിക്കും. നമ്മൾ പഠിച്ചത് എ ഉണ്ട്, ഇ ഉണ്ട്,
ഐ ഉണ്ട്, ഒ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത് പ്രീവിയസ് വീഡിയോയിൽ? കോൺട്രഡിക്ടറി ആണ് ഇത് വരുന്നത്. ഇവിടെയാണ് കോൺട്രഡിക്ടറി, ഇവിടെ ട്രൂ പറയുമ്പോൾ അടുത്തത് ഫോൾസ് ആകും. കാരണം നൈദർ ട്രൂ നോർ ഫോർ ആവുന്നത് അറ്റ് എ ടൈമിൽ. അപ്പോൾ ഇവിടെ പറയുന്ന ഒന്ന് അറ്റ് എ ടൈമിൽ ട്രൂ ഓർ ഫോൾസ്. ഇവിടെ സപ്പോസ് ഫോൾസ് ആണെങ്കിൽ ഇവിടെ ട്രൂ ആയിരിക്കും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഇതും മാറി മാറി വരും. ഇവിടെ ഫോൾസ് ആണെങ്കിൽ ഇവിടെ ട്രൂ ആയിരിക്കും, ഇവിടെ അതേപോലെ ട്രൂ ആണെങ്കിൽ ഇവിടെ ഫോൾസ് ആയിരിക്കും. അപ്പോൾ അറ്റ് എ ടൈമിൽ രണ്ടും ഒരുമിച്ച് ട്രൂവും ഫോൾസ് ആവില്ല. അപ്പോൾ ആ റിലേഷൻഷിപ്പ് വരുന്നത് ഏതാണ്? കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പാണ് വരുന്നത്. ഓക്കെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് വൺ പ്രൊപ്പോസിഷൻ ഈസ് ട്രൂ ദ അതർ വിൽ ബി ഫോൾസ്, ബട്ട് ഇഫ് വൺ ഈസ് ഫോൾസ് ദ അതർ വിൽ ബി അൺഡിഫൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പ്രൊപ്പോസിഷൻ ട്രൂ ആണെങ്കിൽ അടുത്തത് ഫോൾസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഫോൾസ് ആണെങ്കിൽ അടുത്ത അൺഡിഫൈൻഡ്. നമ്മൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ട്രൂവിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രൂവിൻ്റെ കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അറ്റ് എ ടൈം ട്രൂ ആവാത്ത ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്, കോൺട്രറി എന്ന് പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ ആ പോയിൻറ്റ്സ് നമ്മൾ ഓർത്തിരുന്നാൽ ഡയറക്റ്റ് എക്സാമിലേക്ക് അത് നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈസ് ട്രൂ, ദ പ്രൊപ്പോസിഷൻ ഈസ് ട്രൂ, ദ അതർ വിൽ ബി ഫോൾസ്, ആൻഡ് വൺ ഈസ് ഫോൾസ്, ദ അതർ വിൽ ബി അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ കോൺട്രറിയിലാണ് നമ്മൾ എന്ത് വരുന്നത്? ഫോൾസ് വരുമ്പോൾ എന്താ വരുന്നത്? ഫോൾസ് വരുമ്പോൾ ഇവിടെ അൺഡിഫൈൻഡ് ഓർ എന്താ വരുന്നത്? അൺഡിഫൈൻഡും ഇതിൻ്റെ വേറൊരു പേരുണ്ടല്ലോ, ഡൗട്ട്ഫുൾ. അൺഡിഫൈൻഡും ഡൗട്ട്ഫുള്ളും സെയിം ആണ് കേട്ടോ, ഓർത്തിരിക്കണം. ഡൗട്ട്ഫുൾ ഫോൾസ് ആകുമ്പോൾ ഇവിടെ ഈ ടൈപ്പിൽ എന്താ വരുന്നത്? ഡൗട്ട്ഫുൾ ആയിരിക്കും ഓർ അൺഡിഫൈൻഡ്. ഇപ്പോൾ ട്രൂ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ട്രൂ ആണെങ്കിൽ ഫോൾസ് ആയിരിക്കും, ഇവിടെ ഫോൾസ് ആണെങ്കിൽ ഡൗട്ട്ഫുൾ ആയിരിക്കും. ഇവിടെ ഫോൾസ് ആണെങ്കിൽ ഇവിടെ ഡൗട്ട്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഈ 4 റിലേഷൻഷിപ്പ്. ഇവിടെ ട്രൂ ആണെങ്കിൽ ഇത് ഫോൾസ് ആയിരിക്കും, ഫോൾസ് ആണെങ്കിൽ ഇവിടെ ഡൗട്ട്ഫുൾ ആയിരിക്കും, ഇവിടെ ഫോൾസ് ആണെങ്കിൽ ഇവിടെ ഡൗട്ട്ഫുൾ ആയിരിക്കും. ഇങ്ങനെയാണ് 4 റിലേഷൻഷിപ്പ് വരുന്നത്. ഓക്കെ, ഇറേസായി പോയിട്ടുണ്ട്. ഓർത്തിരിക്കുക, ഇതാണ് റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കോൺട്രറി ആണ് വരുന്നത്. അതിലാണ് നമ്മൾ അറ്റ് എ ടൈമിൽ രണ്ടും ട്രൂ ആവാൻ പറ്റില്ല, ബട്ട് ദേ ക്യാൻ ബി ഫോൾസ്. അപ്പോൾ അതിൻ്റെ വേറൊരു മീനിങ്ങിൽ നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ ഒന്ന് ട്രൂ ആണെങ്കിൽ അടുത്തത് ഫോൾസ് ആയിരിക്കും, പിന്നെ ഒന്ന് ഫോൾസ് ആണെങ്കിൽ അടുത്തത് അൺഡിഫൈൻഡ് ഓർ എന്തായിരിക്കും? ഡൗട്ട്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കൺസെപ്റ്റാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കോൺട്രറിയും സബ് കോൺട്രറിയാണ്. എങ്കിലും ഫസ്റ്റ് ക്ലിക്കിൽ ഇത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക, വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ടും ആവുന്നില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഓക്കെ, ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.